Hello guys and welcome back to another video of Innovative Dude. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വീഡിയോ ആണ്. എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ഒരു മൊബൈൽ അൺബോക്സിംഗ് വീഡിയോയാണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഞാൻ ഇവിടെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ ഗാലക്സി M31S എന്ന് പറയുന്നൊരു മോഡൽ മൊബൈലാണ്. അത്യാവശ്യം നല്ലൊരു സ്പെക്കും കാര്യങ്ങളും ഉള്ളൊരു മൊബൈലാണ്. മിഡ് റേഞ്ച് ഫോണാണിത്. അപ്പം നമുക്ക് ഈ മൊബൈലിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് നമ്മുടെ മൊബൈൽ. അപ്പോൾ സാംസങ്ങിൻ്റെ ഗാലക്സി M31S എന്ന് പറയുന്നൊരു മൊബൈലാണ്. അപ്പം ഇതിൻ്റെ നമുക്ക് ബോക്സൊക്കെ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഈ ബോക്സിൻ്റെ സൈഡിൽ നമുക്ക് സാംസങ് ഗാലക്സി M31S എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ സാംസങ് ഗാലക്സി M31S എന്ന് പറയുന്നൊരു ആ ഫോണിൻ്റെ കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഫോട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലായിട്ടൊരു സീൽ ഓപ്പണിംഗ് സീലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോണിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എത്ര GB RAM ആണെന്നും അതിൻ്റെ കളർ വേരിയൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് എഴുതിയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ എഴുതിയിട്ടുണ്ട്. സാധാരണ ഫോണുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ബോക്സാണിത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈലിനൊക്കെ വലിയ ബോക്സുകളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു ചെറിയ ബോക്സാണ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മുടെ മൊബൈലൊന്ന് കണ്ടുവെക്കാം. അപ്പോൾ ഇതായിരിക്കുന്നു ഫ്രണ്ട്സ് നമ്മുടെ മൊബൈൽ. അപ്പം നമ്മുടെ മൊബൈലിൽ നിന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ കേസിനോടെ കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചാർജറും ഒരു Type-C to Type-C കേബിളാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിന് വില കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും കമ്പനി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു Type-C to Type-C കേബിളാണ് കമ്പനി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചാർജറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 25 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ സാംസങ് ഗാലക്സി M31 15 വാട്ട്സിൻ്റെ ചാർജർ ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മുടെ സാംസങ് എന്ന ബ്രാൻഡ് നമുക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ നമുക്ക് തന്നിട്ടുണ്ട് ചാർജറിനായിട്ട്. അപ്പം നമുക്ക് Type-C to Type-C കേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇതും ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് നമുക്ക് പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോണിൽ നിന്ന് വേറെ ഫോണിലോട്ട് എന്ന് പറഞ്ഞാൽ Type-C കേബിളുള്ള വേറൊരു ഫോണിലോട്ട് നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൊബൈൽ ഒരു പവർ ബാങ്ക് പോലെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്കൊരു വലിയൊരു പ്രത്യേകതയായിട്ട് തന്നെ എടുത്തു പറയാന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ മൊബൈലൊന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ സാംസങ് ഗാലക്സി M31S നല്ലൊരു ഡിസ്പ്ലേ നമുക്ക് സാംസങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്പ്ലേനെ സാംസങ് പറയുന്നത് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇതിന് നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോൺ. അപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ Exynos 9611 എന്നുള്ള ഒരു പ്രൊസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലാഗില്ലാത്ത ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ സാംസങ് ഫോണുകളിൽ നിന്നും കുറച്ച് വ്യത്യാസത്തിൽ വന്നിട്ടുണ്ട്. കുറച്ച് പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ എന്നാണ് ഇതിൽ പറയുന്നത്. എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ക്യാമറ ഒരു ഓ ഡിസൈനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സെൽഫി ക്യാമറ. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സെക്യൂരിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോക്ക് സെക്യൂരിറ്റി ഇതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അതുപോലെ തന്നെ നമുക്ക് ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ക്യാമറ നമുക്ക് ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് സാംസങ് ഇതിൽ നൽകിയിരിക്കുന്നത്. ക്വാഡ് ക്യാമറ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടിലൻ 64 മെഗാപിക്സലിൻ്റെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും അതുപോലെ തന്നെ നമുക്ക് 5 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും അതുപോലെ തന്നെ 5 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് ക്യാമറയും അതുപോലെ തന്നെ നമുക്ക് 12 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് എന്ന് പറയുമ്പം 123 ഡിഗ്രിയിലുള്ള ഒരു അൾട്രാ വൈഡ് ക്യാമറയും നമുക്കിതിൽ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിലെ ക്യാമറ സാമ്പിൾസ് ഞാൻ ഇതിൽ വീഡിയോ ഞാൻ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേയും നമുക്ക് സാംസങ് ഇതിൽ തന്നിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിതിൻ്റെ സെൽഫി ക്യാമറയുടെ ക്ലാരിറ്റി ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിൽ സെൽഫി ക്യാമറ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൽഫി ക്യാമറ അല്ല ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. സെൽഫി ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ഡീസൻറ്റ് ക്വാളിറ്റി ഒന്നും അല്ല, 32 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ്. അപ്പം നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാം.
നല്ലൊരു ക്വാളിറ്റി ക്യാമറയാണ് ഇവിടെ അപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോയിലൊക്കെ കാണാം എൻ്റെ ഫേസ് നല്ലൊരു വീഡിയോ ക്വാളിറ്റി നമുക്ക് ഈ സാംസങ്ങിൻ്റെ ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന മൊബൈലാണിത്. നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു മികച്ചൊരു ക്വാളിറ്റി തന്നെ നമുക്ക് സാംസങ്ങിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ക്യാമറയിൽ പല ഫീച്ചേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മോറിൽ ചെന്നാൽ നമുക്കിതിൽ തന്നെ സൂപ്പർ സ്ലോ മോഷൻ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്ലോ മോഷൻ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോ വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന പാനോരമയുണ്ട്, അതുപോലെ തന്നെ മാക്രോ വീഡിയോസ്, മാക്രോ ലെൻസ്, നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഈ സാംസങ്ങിൻ്റെ ഫോണിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഉള്ളതാണ്. അതുപോലെ തന്നെ ഗൂഗിൾ ലെൻസ് ഉണ്ട്. ഗൂഗിൾ ലെൻസ് നമുക്ക് ഫ്രീ ആണ് ഗൈസ്. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ ഗൂഗിൾ ലെൻസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫോണിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഗൂഗിൾ ലെൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഞാൻ ഈ ഫോണിൽ എടുത്തിട്ടുള്ളൊരു വീഡിയോയാണിത്. അവർ നിങ്ങൾ വീഡിയോ കാണുന്നത് അതിൽ സ്ലോ മോഷൻ വീഡിയോ ഒക്കെ അത്യാവശ്യം നല്ലൊരു ക്ലിയർ ക്ലാരിറ്റിയിലൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയാം. അതുപോലെ തന്നെ കുറച്ച് സാമ്പിൾസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ബാക്ക് ക്യാമറ സാമ്പിളാണ്. ബാക്ക് ക്യാമറ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് അൾട്രാ വൈഡ് ക്യാമറ കൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. നല്ലൊരു അത്യാവശ്യമല്ല നല്ലൊരു കിടിലൻ ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അൾട്രാ വൈഡ് ആണിത്. അപ്പം നമുക്ക് ഓവറോൾ നല്ല വൈഡായിട്ടുള്ള വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല വൈഡ് വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്കിലാണ് ഞാൻ ഇവിടെ വീഡിയോ ചെയ്യുന്നത്. നല്ല ഒരു വൈഡ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് സാംസങ്ങിൽ നൽകിയിരിക്കുന്നത്. ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ സെൽഫി ക്യാമറ. അപ്പോൾ സെൽഫി ക്യാമറയുടെ ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇത്തിരി എക്കോയൊക്കെ ഉണ്ട്. എക്കോ ഉള്ളത് കാരണത്താൽ നിങ്ങൾക്ക് ചെറിയ എക്കോ പോലെ ഒരു ഫീല് തോന്നും. പക്ഷേ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ വീഡിയോയിൽ നമുക്ക് എല്ലാം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും സൗണ്ട് ഔട്ട്പുട്ടും നമുക്ക് ഈ മൊബൈലിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഫോണിൽ തന്നെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ഡാർക്ക് സ്ക്രീനും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കിട്ടിയിട്ടുണ്ട്. അപ്പം എപ്പോഴും നമുക്ക് ഡാർക്ക് മോഡിൽ നമുക്ക് മൊബൈൽ ഇടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത് നല്ലൊരു മികച്ചൊരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സൂപ്പർ അമോലെഡ് പാനലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിച്ച് ബ്ലാക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഫോണിൽ. അതുപോലെ തന്നെ നമുക്ക് വൈഫൈ കോളിങ്ങിൻ്റെ സംവിധാനം കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് വ്യൂവും ഡോൾബി അറ്റ്മോസും എല്ലാം ഉണ്ട്. അപ്പോൾ ഡോൾബി ആറ്റംസ് എന്ന് പറയുന്ന ഒരു മോഡെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഹെഡ്സെറ്റ് വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള നമുക്ക് നല്ല വോയിസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡോൾബി ആറ്റംസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓണാക്കി വെച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം അതങ്ങനെ നമുക്ക് നല്ല സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ് ഇതിൽ നമുക്ക് പറയാനുള്ളതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയാണ്. 6000 mAh ബാറ്ററിയാണ് ഇതിൽ നമ്മളെ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസം വരെ നമുക്ക് ചാർജ് നിൽക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് സാംസങ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഒരു സമയം നമുക്ക് ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ചില ഫോണുകളിൽ ഒരു സിമ്മ് ഒരു മെമ്മറി കാർഡും അല്ലെങ്കിൽ 2 സിമ്മ് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണുകളാണ്. പക്ഷേ സാംസങ് അതിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നമുക്ക് സാംസങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 4G സിമ്മ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സാംസങ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇതിൻ്റെ മ്യൂസിക് പ്ലേ ബാക്ക് എന്ന് പറയാൻ ഇതിൻ്റെ മ്യൂസിക് പ്ലേ ബാക്ക് എന്ന് പറഞ്ഞാൽ 125 hours ആണ് ഇതിൻ്റെ മ്യൂസിക് പ്ലേ ബാക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു മ്യൂസിക് പ്ലേ ബാക്ക് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമുക്ക് ഈ മൊബൈലിൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 103 ഗ്രാമാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉള്ള ഒരു ഫോണാണ്. സാധാരണ ഫോണുകളിൽ നിന്നും അപേക്ഷിച്ച് ഇത്തിരി വെയിറ്റ് കൂടുതലാണ്. എന്തെന്ന് വെച്ചാൽ 6000 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്ന ഗ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഗ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കും ഒരു ഗ്ലാസും കൂടെ ഉള്ള ഒരു മെറ്റീരിയലാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലാസ് അല്ല, ഇത് പ്ലാസ്റ്റിക്കാണ്. പക്ഷേ നല്ലൊരു ഫിനിഷിങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മിറാജ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു കളറാണ്. നല്ലൊരു ഫിനിഷിങ്ങും കാര്യങ്ങളും സാംസങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാമറ എഡ്ജസും കാര്യങ്ങളും നല്ല ക്ലിയറാണ്. എല്ലാം ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്കാണ് നമുക്ക് സാംസങ് ഈ ഫോണിൽ നമുക്ക് തന്നിരിക്കുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് സ്ക്രീനിൽ നമുക്ക് തന്നിരിക്കുന്ന ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനാണ് ഫ്രണ്ട്സ്. അപ്പം നല്ലൊരു പ്രൊട്ടക്ഷൻ തന്നെ തന്നിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇപ്പം ഗോറില്ല ഗ്ലാസ് 5 ഒക്കെ ഇറങ്ങുന്ന മൊബൈലുകളുണ്ട്, അതിൽ പോലും സ്ക്രീനൊക്കെ പൊട്ടുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്, കയ്യിൽ നിന്ന് വിഴുന്നിട്ട് പൊട്ടിയോ ഒന്നുമില്ല. അപ്പം നല്ലൊരു പ്രൊട്ടക്ഷൻ ഫോൺ ഫുൾ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ പറയാൻ ഒരു രക്ഷയില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. കാരണം ഡിസ്പ്ലേയുടെ കാര്യം നമുക്ക് പിന്നെ പറയാൻ തോന്നും. അതുപോലെ തന്നെ ക്യാമറ 64 മെഗാ പിക്സലിൻ്റെ നല്ലൊരു സോണിയുടെ IMX683 എന്ന് പറയുന്നൊരു മോഡൽ ക്യാമറ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതുപോലെ നമുക്ക് സ്ലോ മോഷനും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഫോൺ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോ ഒരു സ്റ്റെബിലൈസേഷന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നല്ലൊരു ഓവറോൾ പറഞ്ഞാൽ നല്ലൊരു ഫോണാണ് ഗൈസ്. അതുകൊണ്ട് നിങ്ങളാരും വീഡിയോ കണ്ടില്ലെങ്കിൽ പോലെ നിങ്ങളൊരു മൊബൈൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം ഫ്രണ്ട്സ്. നല്ല നിങ്ങൾക്കൊരു നോൺ ചൈനീസ് മൊബൈലും അതുപോലെ തന്നെ നല്ലൊരു സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു ബിൽറ്റ് ഇൻ ക്വാളിറ്റി ആയിട്ടുള്ളൊരു മൊബൈൽ നിങ്ങൾക്ക് വാങ്ങാമെന്നുള്ളതാണ്. പക്ഷേ ഈ മൊബൈലിലൂടെ നിങ്ങൾക്ക് ഹെഡ്സെറ്റോ അതേപോലെ ബാക്ക് കവറോ കിട്ടില്ല. പക്ഷെ അതൊന്നും പേടിക്കേണ്ട ഗൈസ്. നല്ലൊരു കിഡിലൻ മൊബൈലിന് വേണമെന്ന് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 19,500 എന്ന് പറഞ്ഞാൽ 19,500 ആണ് ഇതിൻ്റെ ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 6GB RAM 128 GB. അതുപോലെ തന്നെ നമുക്ക് 8GB RAM 128 GB 21,500 21,500 ആണ്. അപ്പം നല്ലൊരു ഓവറോൾ പറഞ്ഞാൽ നല്ല ഫോണാണ്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ മൊബൈൽ കണ്ടല്ലോ M31S. അപ്പം ഇനി പറയാനൊന്നുമില്ല, നല്ലൊരു കിടിലൻ ഫോണാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഹെഡ്സെറ്റോ എൻ്റെ ബാക്ക് കീസോ ഒന്നും കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കമ്പനി മാക്സിമം ഇതിൻ്റെ വില കുറയ്ക്കാൻ വേണ്ടിയാണ് ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്, കൊള്ളില്ല എന്നൊന്നുമല്ല. അയ്യോ ഹെഡ്സെറ്റ് ഇല്ല, അതുപോലെ തന്നെ എൻ്റെ ബാക്ക് കീസ് ഒന്നും കൊടുത്തിട്ടില്ല, എന്തൊരു ഫോണാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല. ഒരു നോൺ ചൈനീസ് ഫോണാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡ്, സാംസങ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ഫോണാണ്. അപ്പം നിങ്ങൾക്കൊരു ഹെഡ്സെറ്റോ ഒരു കവറോ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇപ്പം റിയൽമിയുടെ ഫോൺ എന്ന് പറഞ്ഞാൽ 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്ര 8GB റാമിൻ്റെ ഫോണൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ ചൈനീസ് ഫോണുകളാണ്. എന്ന് പറഞ്ഞാൽ ചൈനീസ് ഫോണെന്ന് പറഞ്ഞാൽ കുറ്റം പറയല്ല ഗൈസ്. നിങ്ങൾക്ക് നോൺ ചൈനീസ് ഫോണും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റിയും നല്ലൊരു ബ്രേക്കൊന്നും വരാത്തയും നല്ലൊരു ഓവറോൾ ഫോൺ നിങ്ങൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ M31Sന് പോവുക. പക്ഷേ ഗെയിമിങ്ങിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമെങ്കിൽ, നിങ്ങൾ പ്രോ ഗെയിമിങ്ങിന് ചെറിയ പ്രശ്നം വരുമെങ്കിൽ, സാധാരണ ഒരു ഗെയിമറിനെ നിങ്ങൾക്ക് ഇത് തന്നെ പ്രിഫർ ചെയ്യാം. നല്ല ഫോണാണ് ഗൈസ്. അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫോണിനെ പറ്റി എന്തെങ്കിലും അറിയാൻ വേണ്ടി ഉണ്ടെങ്കിൽ അതുപോലെ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആ വീഡിയോ ഇടാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതാണ് ഫ്രണ്ട്സ്. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അതുപോലെ തന്നെ ഇനിയും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുപിട്ടാം. ഇറ്റ്സ് മീ ഇന്നോവേറ്റീവ് ഡ്യൂഡ്. അപ്പോൾ ഇനിയും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.